ശബരിമലയിലേക്ക് പോകേണ്ട സമയമായി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഹൈദരാബാദിലും പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. അങ്ങനെ അന്വേഷണം ഹൈദരാബാദിലേക്ക് എത്തുന്നത് പോറ്റിയുടെ സുഹൃത്ത് ഹൈദരാബാദ് സ്വദേശി നാഗേഷിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പോറ്റി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് നാഗേഷിന്റെ അടുത്തേക്കാണെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഒരു മാസത്തോളം നാഗേഷ് എന്ന് പറയുന്ന ആൾ ഈ സ്വർണ്ണപ്പാളികൾ കൈവശം വെച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. ഹൈദരാബാദിൽ സ്വർണ്ണപ്പണി ചെയ്യുന്ന കടയുടെ ഉടമയാണ് നാഗേഷ്. നാഗേഷിന്റെ സഹായത്തോടെ പോറ്റി സ്വർണം തട്ടിയോ എന്നും അന്വേഷിക്കുന്നു. കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് ആലോചന. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, അങ്ങനെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നാൾക്കുനാൾ ഓരോ പുതിയ പേരുകൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സ്വർണ്ണപ്പാളികൾ എവിടെയൊക്കെയോ സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹൈദരാബാദിലേക്ക് അടക്കം അന്വേഷണ സംഘത്തിന് കടന്നു ചെല്ലേണ്ടതായി വരുന്നത് ഈ നാഗേഷ് ഏതാണ്ട് ഒരു മാസത്തോളമാണ് ഈ സ്വർണ്ണപ്പാളി കയ്യിൽ വെച്ചത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റു പലയിടങ്ങളിലേക്കൊക്കെ ഇത് എത്താനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഉടനീളം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ടതിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ നാഗേഷുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഏത് തരത്തിലാണ് ഈ കേസുമായി നാഗേഷിനെ കണക്ട് ചെയ്യുന്നത് സിജോ? ഈ ശബരിമലയിലെ ദ്വാരപാളികൾ കൊണ്ടുപോയതിനു ശേഷം അവിടെ ഇറക്കിയതിനു ശേഷം ഈ നാഗേഷിന്റെ അടുത്തേക്കാണ് ഈ പോറ്റി ഇത് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരു മാസത്തോളം ഈ ദ്വാരപാളികൾ സൂക്ഷിച്ചിരുന്നുവെന്നാണ് പറയുന്നത്. അവിടെ കൊണ്ടുപോകുന്ന ഈ ദ്വാരപാളികൾ അത് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ഇവിടെ നിന്ന് നേരെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നെന്ന് പറയുന്ന ദ്വാരപാളികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അവിടെ സൂക്ഷിച്ചത് എന്ന് പറയുന്നത് അട്ടിമറി നടന്നിട്ടുണ്ട് എന്നൊരു സംശയമാണ് ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇയാളൊരു സ്വർണ്ണപ്പണിയൊക്കെ നടത്തുന്ന കടയുടെ ഉടമയാണ്. അപ്പോൾ ദ്വാരപാളികൾ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ വെച്ച് ഉരുക്കി അത് സ്വർണ്ണമാക്കി മാറ്റിയിട്ടുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട സംശയമാണുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് മറ്റൊരെണ്ണം ഉണ്ടാക്കിയതിന് ശേഷം അതിൽ സ്വർണം പൂശി ആണോ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് സംശയിക്കപ്പെടേണ്ടത്. അതിൽ ബലപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു മറ്റു സംഭവം എന്ന് പറയുന്നത് ഈ ദ്വാരപാളികൾ കൊണ്ടുപോയതിന് ശേഷം അത് ഉരുക്കിയിട്ടുള്ള സ്വർണത്തിൻ്റെ അളവിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ദ്വാരപാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ അത് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് ഇത് UB ഗ്രൂപ്പിൻ്റെ കണക്കനുസരിച്ച് 1.5 കിലോയോളം സ്വർണ്ണമാണ് അതിലുണ്ടായിരുന്നത്. പക്ഷേ സ്മാർട്ട് ക്രിയേഷൻസിലെത്തി അത് ഉരുക്കിയപ്പോൾ 577 ഗ്രാം മാത്രമാണ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ എത്തുന്നതിന് മുമ്പ് അട്ടിമറി നടന്നു എന്നുള്ളൊരു സംശയമാണ് ഇതിലൂടെ കൂടുതലായി ബലപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഈ നാഗേഷിനെ SIT ബന്ധപ്പെട്ടിട്ടുണ്ടോ ഉടൻ തന്നെ വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഇതിലിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് SIT കടക്കും എന്ന ഒരു വിവരവും സൂചനയും ഇന്നലെ മുതൽ ഉണ്ടായിരുന്നു. ഈ നാഗേഷിൽ നിന്ന് വിവരങ്ങൾ തേടിയതിന് ശേഷമായിരിക്കും പോറ്റിയിലേക്ക് പോവുക. SITയുടെ ഏറ്റവും ആദ്യമുള്ള ഇന്നിപ്പോൾ അവർ ഇന്നലെ ചെന്നൈയിലെത്തി സ്മാർട്ട് ക്രിയേഷൻസിലെത്തി അവിടെ റെയ്ഡൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് നീക്കമായിട്ട് നമ്മൾ എന്തായിരിക്കും കരുതേണ്ടത്? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. മറ്റ് തെളിവുകൾ ശേഖരിക്കുന്നതിന് ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. സമാന്തരമായി തന്നെ മറ്റാളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും, തെളിവുകൾ ശേഖരിക്കും. പക്ഷേ അതിന് മുന്നോടിയായി തന്നെ ഏറ്റവും ആദ്യം പോറ്റിയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് നോട്ടീസ് നൽകി ഹാജരാകാൻ ആവശ്യപ്പെടാനാണ് സാധ്യത ഉള്ളത്. അങ്ങനെ നൽകുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SITക്ക് കടക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അത്തരം നടപടികളിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി നീങ്ങുന്നു എന്നൊരു സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു മുന്നേ ഇയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാകാൻ ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടുക എന്നുള്ളതാണ് കണക്കുകൂട്ടുന്നത്. അടുത്ത ഘട്ടം എന്ന നിലയിലാണ് ഇതിന് ശേഷം ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുക്കുക എന്നുള്ളതാണ്. നിലവിൽ 9 പേരാണ് ഉദ്യോഗസ്ഥരാണ് പ്രതിപട്ടികയിലുള്ളത്. അതിൽ മുരാരി ബാബുവിൻ്റെ ഉൾപ്പെടെയുള്ള പങ്കുകൾ നേരത്തെ പുറത്തു വന്നിരുന്നതാണ്. അദ്ദേഹമാണ് ഈ സ്വർണ്ണപ്പാളി ചെമ്പാക്കി ആദ്യം എഴുതുന്നത്. അതിനുശേഷം ഈ ബോർഡ് സെക്രട്ടറി ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാം എന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഓർഡർ തിരുത്തി പുറപ്പെടുവിക്കുന്നു. ജയശ്രീയുടെ പങ്ക് അതിൽ നിന്ന് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ തിരുവാഭരണ കമ്മീഷണർമായ 2 പേരുണ്ട്. ബൈജു ആണ് ഈ തിരുവാഭരണം സ്വർണ്ണപ്പാളി കൊടുത്തുവിടുന്ന സമയത്ത്
ഇത് അവിടെ എത്തി പരിശോധിക്കേണ്ടിരുന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ചിവിടെ കൊണ്ടുവരുന്ന സമയത്തും ഒക്കെ ഉണ്ടായിരുന്ന തിരുവാഭരണ കമ്മീഷൻ എന്ന് പറയുന്നത് രാധാകൃഷ്ണനാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ ഇത് എത്തിച്ചപ്പോൾ അവിടെ എത്തി തൂക്കമൊക്കെ പരിശോധിക്കുകയും ചെയ്തിരുന്നത് ഈ സ്വർണ്ണം പൂജ ചെയ്തതിനു ശേഷം. അപ്പോൾ തൂക്കക്കുറവ് വ്യത്യാസമുണ്ടായിരുന്നു. അതൊന്നും രേഖപ്പെടുത്തുകയോ ദേവസ്വം ബോർഡിനെ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥരുടെയും പങ്ക് കൃത്യമായി വെളിവാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ദേവസ്വം വിജിലൻസ് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് SIT കടക്കുന്നത്. എന്തായാലും പോറ്റിയെ ആദ്യം ചോദ്യം ചെയ്യുക, അതിനുശേഷം മറ്റുള്ള ആളുകളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത്.